സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം, ഒന്ന് നമ്മൾ പറഞ്ഞു ആദ്യം പുറപ്പെടുന്ന പെണ്ണ്, പക്ഷേ അവൾക്ക് രക്തത്തെ തിരിച്ചറിയാൻ കഴിയും. രണ്ട്, ആദ്യമായി പുറപ്പെടുന്ന പെണ്ണാണ്, പക്ഷേ രക്തത്തെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവളാണ്. ഇതിന് രണ്ടിന്റെയും മസ്അലയും പറഞ്ഞു. ഇനി മൂന്നാമത്തെ വിഭാഗം, ആദ്യമേ ഹൈലുള്ള രണ്ടാം തവണയോ മൂന്നാം തവണയോ അല്ലെങ്കിൽ വർഷങ്ങളായി ഹൈല് പുറപ്പെടുന്ന പെണ്ണു തന്നെയാണ്. അവൾ തുടക്കക്കാരിയല്ല എന്നർത്ഥം. തുടക്കക്കാരിയല്ല, ഒരൊട്ട രണ്ടട്ടോ ആയാൽ മതി, തുടക്കക്കാരിയല്ല. അങ്ങനെയുള്ള പെണ്ണ് ഇവർക്ക് വേർതിരിച്ചറിയാൻ കഴിയും. എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും? നിറം കൊണ്ട് രക്തത്തെ തിരിച്ചറിയാൻ കഴിയും, അതല്ലെങ്കിൽ മണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ടിയുള്ളതിനെ ഹൈലായി പരിഗണിക്കണം, കട്ടിയില്ലാത്തതിനെ ഇസ്തിഹാദത്തായി പരിഗണിക്കണം. ആ കട്ടിയുള്ള സമയങ്ങളിലുള്ള നിസ്കാരങ്ങൾ ഖളാഉ വീട്ടേണ്ടതില്ല. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലുള്ള നഷ്ടപ്പെട്ട നിസ്കാരം ഖളാഉ വീട്ടണം. മൂന്നാമത്തെ വിഭാഗം, സാധാരണ ഹൈദ് പുറപ്പെടുന്ന പെണ്ണ്, അവർക്ക് രക്തത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തു വേണം? ആ പെണ്ണ് അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമലുകൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഇനി ചില ആളുകളുണ്ട്, സാധാരണ 7 ദിവസം ഉണ്ടാവാറുള്ള പെണ്ണ് 8ാം ദിവസം തന്നെ അത് ഇസ്തിഹാദത്താന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? എന്തായാലും നിസ്കാരം ഖളാഉ വീട്ടേണ്ടിവരുമല്ലോ. ഞാൻ ഈ അടുത്ത് കേട്ടതും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്, സാധാരണ 7 ഉണ്ടാവാറുള്ളൂ, പക്ഷേ 8ാമത്തെ ദിവസം രക്തം കണ്ടു. ഇനിയിപ്പോ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ ഖളാഉ വീട്ടേണ്ടി വരും അല്ലേ? അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ കഴുകി നിസ്കരിക്കുക. ഇത് ഇസ്തിഹാദത്താവേ, ഇതാവാനാ സാധ്യത എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ പറ്റൂല. ശരിക്കും ശ്രദ്ധിക്കണം. 15 ദിവസം വരെ കാത്തുനിന്നേ പറ്റൂ. 15 ദിവസം വരെ കാത്തുനിന്നേ പറ്റൂ. സാധാരണ 7 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ 15 ദിവസവും കഴിഞ്ഞിട്ട് വീണ്ടും രക്തം വരുന്നുണ്ടെങ്കിലേ അതിന് ഇസ്തിഹാദത്ത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സാധാരണ വരുന്ന സമയത്തും കഴിഞ്ഞുകൊണ്ട് വീണ്ടും രക്തം പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഇസ്തിഹാദത്താണ് എന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ട് വിധി പറഞ്ഞിട്ട് ഒരിക്കലും തന്നെ നിസ്കരിക്കാൻ പാടില്ല. പിന്നെ ഖളാഉ വീട്ടേണ്ടി വരുമെന്ന് കരുതിയിട്ട് നിസ്കരിച്ചുകൂടാ. 15 വരെ വെയിറ്റ് ചെയ്യണോ? ശരിക്കും നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനിയോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശുദ്ധ ഇസ്ലാം മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ ഒരു വിഭാഗം ഉമ്മമാർ എങ്ങനെയുള്ള ഉമ്മമാരാണ്? അവർ സാധാരണ രക്തം പുറപ്പെടുന്നവരാണ്, അഥവാ കുറച്ച് പ്രായമുള്ള ഉമ്മയാണ്. ആ 1, 2, 3 തവണയൊക്കെ രക്തം പുറപ്പെട്ട പെണ്ണാണ്. ഈ പെണ്ണ് അവർക്ക് രക്തം പുറപ്പെടുന്നു, പക്ഷേ അവർക്ക് ഇതിന്റെ കട്ടിയോ മണമോ അങ്ങനെ ഒന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല. സാധാരണ 7 ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഇങ്ങനെ കാത്തുനിന്നു. 8 കഴിഞ്ഞു, വീണ്ടും വെയിറ്റ് ചെയ്തു. 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 16ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഇങ്ങനെ മേപ്പോട്ട് നോക്കുന്നത്. ഞാൻ രക്തത്തിന്റെ കട്ടി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല, ഗന്ധം മനസ്സിലാക്കിയിട്ടില്ല, നിറം മനസ്സിലാക്കിയിട്ടില്ല. ഇനി എന്റെ എത്ര ദിവസമായിരുന്നു ഹൈല്, എത്ര ദിവസമായിരുന്നു എനിക്ക് ഇസ്തിഹാദത്ത്, ഇത് ഇനി പെണ്ണെങ്ങനെയാണ് തിരിച്ചറിയുക? ഇവളെ നിസ്കാരം എങ്ങനെയാണ് ഇവൾ മടക്കേണ്ടത്? അതിന് വളരെ സിമ്പിളായ ഒരു നിയമം. നിനക്ക് ഇതിന്റെ മുൻപ് എപ്പോഴാണ് രക്തമുണ്ടായിരുന്നത്, അന്ന് എത്ര ദിവസമാണ് രക്തമുണ്ടായത്? അന്ന് 7 ദിവസം എന്നാണ് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഈ മാസവും 7 ദിവസമാണ്. ബാക്കി 14 ദിവസം, ബാക്കിയുള്ള 8 ദിവസങ്ങൾ, ആ ദിവസങ്ങളുടെ നിസ്കാരം നീ ഖളാഉ വീട്ടണോ? ബാക്കിയുള്ള 8 ദിവസത്തെ നിസ്കാരം ഖളാഉ വീട്ടണം. അതിന് പിന്നെ തുടർന്നുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കുകയും വേണോ?
എന്നാൽ അപ്പൊ നാലാമത്തെ വിഭാഗം അതാണ്, രക്തം സാധാരണ വരുന്ന കുറച്ച് പ്രായമുള്ള പെണ്ണ്, ആ പെണ്ണിന് രക്തം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് ഇസ്തിഹാദത്ത് ഏതാണ് ഹൈദ് ഏതാണെന്ന് വേർതിരിക്കാൻ കട്ടി കൊണ്ടോ മറ്റോ ഒന്നും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ആ പെണ്ണിനുള്ള നിയമം ഇതിനു മുൻപുള്ള ഹൈദ് എത്ര ദിവസമാണ് എന്നവൾക്ക് ഉറപ്പുണ്ടോ, ആ ഉറപ്പനുസരിച്ചാണ് അവൾ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഇതാ നാലാമത്തെ വിഭാഗം. എന്നാ ഇനി ചില ഗഫ്ലത്തുള്ള ആളുകൾ, പറ്റ അന്തംഗമ്മികള് എന്ന് വേണമെങ്കിൽ അവരെ കുറിച്ച് പറയാം. എന്തേ കാരണം? ഇവരിങ്ങനെ രക്തം വരുന്നുണ്ട്, ഡേറ്റ് നോക്കാറില്ല. ഞാൻ കഴിഞ്ഞത് 1-ാം തീയതി തന്നെ തോന്നുന്നുണ്ട്, 4-ാം തീയതി പുതിയാപ്പണോടാ ചോദിക്കണേ അല്ലെ ചില സ്ത്രീകൾ. അല്ലെ കഴിഞ്ഞ മാസം എനിക്ക് എന്നപ്പോ ഉണ്ടായിനി. ഈ ജാതിയൊക്കെ എപ്പോഴാ കുടുങ്ങാന്ന് അറിയുന്നത്? ഇങ്ങനെ ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. ഇവർക്ക് 16 കഴിഞ്ഞ് ഇങ്ങനെ ഡേറ്റ് പിന്നെയും ബ്ലീഡിംഗ് ഉണ്ടായി. എന്തു ചെയ്യും? ഇവര് വല്ലാത്ത കുടുക്കാണ് കുടുങ്ങാൻ പോകുന്നത്, വല്ലാത്ത പ്രയാസങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ഡേറ്റും അറിയാത്ത ആളാണെങ്കിൽ, അവർക്കുള്ള ഡേറ്റ് നേരത്തെ അറിയില്ല എങ്കിൽ വലിയ പ്രയാസം അവർക്ക് വരാൻ പോകുന്നു. അവളെ കുറിച്ച് പറയുന്നത് മുത്തഹയ്യത്ത് എന്നാ പറയാ, അഥവാ പകച്ചു പോയവൾന്ന് അന്തം വിട്ടോളേന്ന്. ഒരു അന്തമില്ലാത്തവൾ തന്നെ ലോലെ കുറിച്ച് പറയേണ്ടത്. ഇത്രയും കാലമായിട്ട് പുതിയാപ്പള ചോദിക്കേണ്ട സാഹചര്യമാണോ? അവൾക്ക് എപ്പോഴാണ് ഹൈലുണ്ടാകുന്നത് എന്ന് ഓരോ മാസവും ഉമ്മമാര് എഴുതി വെക്കണം. നമ്മുടെ പുസ്തകങ്ങളിലൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ 2 രൂപ നോട്ടുക 5 രൂപ നോട്ടുക വാങ്ങിയിട്ട് ഹൈല് പുറപ്പെടുന്ന മാസങ്ങളാണെങ്കിൽ എഴുതി വെക്കണ്ട, എന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ മനസ്സിൽ കുറിച്ചു വെക്കണം എന്നാണ് രക്തം പുറപ്പെട്ടത് എന്ന്. ഓരോ മാസവും കണക്ക് നമ്മൾ മനസ്സിലുണ്ടാകണം, നിർബന്ധമായും എഴുതി വെക്കണം. എന്തിനു വേണ്ടി? അങ്ങനെ പിറ്റത്തെ മാസം ബ്ലീഡിംഗ് കൂടിപ്പോയാൽ അവരെ ഹൈല് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് അത് അറിയില്ല എങ്കിൽ അവൾ ഹൈലുകാരിയെ പോലെ ജീവിക്കണോ? ഹൈലുകാരിയെ പോലെ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ഹൈലുകാരിയെ പോലെ ജീവിക്കണം. ഏതൊക്കെ വിഷയത്തിലാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ടുകൂടാ. ഇവൾക്ക് കഴിഞ്ഞ മാസത്തെ ഡേറ്റ് അറിയുള്ളെങ്കിൽ ഭർത്താവും ഭാര്യയും ബന്ധപ്പെട്ടുകൂടാ, ലൈംഗിക ബന്ധത്തിൽ ചേർന്നുകൂടാ. മുട്ടുപൊക്കിലിനിടയിൽ അതേ വൈകാരികമായ സ്പർശനങ്ങൾ, നഗ്നമായ സ്പർശനങ്ങൾ, മറയില്ലാത്ത സ്പർശനങ്ങൾ അനുവദിക്കൂല. ഈ അന്തംഗമ്യത്വത്തിന്റെ ശിക്ഷയും കൂടിയാണ്. എന്ത് വേണം? ഇവര് മുഴുവൻ സമയവും, ഇനി എത്ര കാലമാണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് അത്രയും കാലം ഹൈലുകാരിയെ പോലെ തന്നെ കഴിയണം. ഒരു രക്ഷയുമില്ല. ഹൈലുകാരിയപ്പോ ഏതൊക്കെ വിഷയത്തിൽ? ഭർത്താവുമായി വൈകാരിക ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ തീർക്കുന്ന വിഷയത്തിൽ, മുട്ടുപൊക്കിനിടയിൽ അവരുടെ സുഖമെടുക്കുന്ന വിഷയത്തിൽ, മുസ്ഹഫ് തൊടുന്ന വിഷയത്തിൽ, മുസ്ഹഫ് ചുമക്കുന്ന വിഷയത്തിൽ, ഇത്തരം വിഷയങ്ങളിൽ പറ്റൂല. പക്ഷേ എന്നാ പിന്നെ നിസ്കരിക്കണ്ടേ? നിസ്കാരം നിർബന്ധമാണ്. അവിടെ മാത്രം എക്സ്ക്യൂസ് ഇല്ല. നിസ്കാരം നിർബന്ധമാണ്. ഭർത്താവിന്റെ കൂടെ ലൈംഗിക ബന്ധം പറ്റൂല, അതുപോലെ മുട്ടുപൊക്കലിടയിലെ സുഖം പറ്റൂല, മുസ്ഹഫ് തൊടാൻ പറ്റൂല, മുസ്ഹഫ് ഓതാൻ പറ്റൂല. പക്ഷേ നിസ്കാരം കളയാനും പറ്റില്ല. ആ നിസ്കാരം തന്നെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഓരോ വഖ്തിനും ളുഹ്ർ നിസ്കരിക്കണമെങ്കിൽ കുളിക്കണം, അസ്റിന് കുളിക്കണം, മഗ്രിബിന് കുളിക്കണം. അങ്ങനെ എല്ലാ ഓരോ വഖ്തിനും അവർ കുളിച്ചേ പറ്റൂ. ഉമ്മമാരെ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളെ ജീവിതത്തിൽ വരുന്ന, അതുപോലെ നിങ്ങളെ മക്കൾക്ക് വരുന്ന, മരുമക്കൾക്ക് വരുന്ന ഓരോരോ സംശയങ്ങളിൽ തീർത്തു കൊടുക്കേണ്ടത് നിങ്ങളാണ്. ഇത് ചോദിക്കാൻ മടിച്ച് ഒരേ ആളുകൾ അബദ്ധം പ്രവർത്തിക്കുന്നുണ്ട്. നഊദുബില്ലാ, അല്ലാഹു കാക്കട്ടെ. നമ്മളെ ആഖിറം നഷ്ടപ്പെട്ടു പോകും, അല്ലാഹുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും. ചെയ്യാൻ പാടില്ല. അപ്പോ പറഞ്ഞ 5-ാമത്തെ വിഭാഗം സാധാരണ രക്തം പുറപ്പെടുന്ന പെണ്ണ് തന്നെയാണ്. പക്ഷേ അവൾക്ക് ഈ രക്തത്തിന്റെ തോത്, കട്ടിയോ നിറമോ ഒന്നും മനസ്സിലാക്കി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മാസത്തെ കുറെ മുമ്പത്തെ പറ്റൂല, നേരെ മുമ്പത്തെ വർഷം, ആ മുൻപത്തെ മാസം, നേരെ മുൻപത്തെ മാസത്തിൽ പുറപ്പെട്ട ഡേറ്റ് അവൾക്ക് അറിയുകയും ഇല്ല എങ്കിൽ അവൾ എത്ര കാലമാണോ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് അത്രയും കാലം അവൾ ഹൈലുകാരിയെ പോലെ ജീവിക്കണം. ഏത് വിഷയം?
വിഷയത്തിൽ, ഭർത്താവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ, മുട്ടുപൊക്കിനിടയിൽ സുഖം പ്രാപിക്കുന്ന വിഷയത്തിൽ, അതുപോലെ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ, അതുപോലെ ഖുർആൻ ചുമക്കുന്ന വിഷയത്തിൽ. പക്ഷേ നിസ്കാരത്തിൽ എക്സ്ക്യൂസ് ഇല്ല, നിസ്കാരത്തിൽ വിടുതിയില്ല. നിസ്കരിച്ചോളണം മാത്രമല്ല, ഓരോ നിസ്കാരത്തിനും അവൾ കുളിക്കുകയും നിർബന്ധമാണ്. 5 കുളി ശരിക്കാണ് വെളുക്കും അല്ലെ. 5 കുളിയൊക്കെ കഴിയുമ്പോഴേക്ക് എല്ലാ ദിവസവും 5 നേരം കുളിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വെളുക്കുകയും ചെയ്യും. ഈ ബ്ലീഡിങ് അത് തീരുമ്പോഴത്തിന് ഇവൾ എന്താ പറയാ അന്തമില്ലാത്ത പരിപാടി നിർത്തി. ഇതിനെക്കുറിച്ച് ബോധമുണ്ടാകണം. ബോധം ആരാ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? നമ്മൾ സ്വയം ബോധവാന്മാരാകലോടൊപ്പം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ അതിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം.